ഹലോ, അസ്സലാമു അലൈക്കും. ഇതേ നമ്മൾ പട്ടാമ്പിക്കടുത്ത് കാരക്കുത്ത് താളിക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വർക്കാണ് കേട്ടോ. നമ്മളെ ഒരു കൂട്ടുകാരൻ മൻസൂറിൻ്റെ വീട്ടിൽ നമ്മളൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൻസൂറിൻ്റെ അയൽവാസിയും കൂട്ടുകാരനാണ് ഫാറൂഖ്. ആ ഒരു വീട്ടിലേക്ക് നമ്മൾ ചെറിയൊരു വർക്കിൻ്റെ ഒന്നാണ് കേട്ടോ. നമ്മൾ കൂടുതലും എല്ലായിടത്തും ചെയ്യുന്ന വർക്ക് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് വർക്കൊന്ന് കാട്ടിത്തരാമെന്ന് മാത്രം. ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന വർക്ക് കേട്ടോ. ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള അടുപ്പാണ് നമുക്കിത്. ഇത് 9-11 അളവിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് 10-12 9 കൂടുതൽ മൂവിങ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ്റെ ഗറാഫിൽ വർക്ക് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ എഴുതിയിട്ട് ചെയ്തതാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ ബോക്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മളെ പേരും നമ്പറും കാണും കേട്ടോ. ഓക്കെ, ഇതൊരു ഗ്യാരണ്ടി പേപ്പർ എന്നുള്ള ലൈറ്റ് വെക്കണതാണ്. ഈ അടുപ്പിനകത്ത് നമ്മൾ കാസ്റ്റൻ സിലിണ്ടറൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് കാസ്റ്റൻ സിലിണ്ടറാണ്. ഇതിനകത്ത് നമ്മൾ കാസ്റ്റൻ സിലിണ്ടർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു സിങ്ക് വെക്കുള്ള പരിപാടിയാണ്. ഇവിടെ നേരെ ഗ്യാസ് സ്റ്റവും. ഇങ്ങനെ ഗ്യാസ് സ്റ്റവും സിങ്കും നമ്മൾ അടുപ്പ് കൂടി വരുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം നമുക്ക് അടുപ്പ് വർക്ക് ഏരിയയിലും മെയിൻ കിച്ചണിൽ സിങ്കും കാര്യങ്ങളും കൊടുക്കുന്ന ചിലർക്കൊരു കയറി ഇറങ്ങിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതായത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നൊരു വിഷയം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹോബ് ഗ്യാസ് സ്റ്റവും വരും, അതിൽ സിങ്കും വരും, ഇതിൽ നമ്മൾ അടുപ്പ് വരുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അടുക്കളയൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ നോക്കുക. അതുപോലെ ഇവിടെ നമ്മുടെ പാത്രങ്ങളും ഷെൽഫും കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഈ ഈസി കുക്കൊക്കെ വെക്കുന്നുണ്ടെങ്കിലൊക്കെ വെക്കാനുള്ള സൗകര്യം, മിക്സിയൊക്കെ വെക്കാനുള്ള സൗകര്യമൊക്കെ ആയിട്ട് ചെയ്യാം. എന്തായാലും നല്ലൊരു ഡിസൈൻ ചെയ്തിട്ട് തന്നെയാണ് അവർ അടുക്കളയും റൂമുകളും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവരെ അടുക്കള എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ബെഡ്റൂം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു അറ്റാച്ച് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടാണ് പിന്നെ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറുന്നത്. ഇവിടെയും ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ റൂം വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. വർക്കുകൾ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി വീഡിയോസിൽ എടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാം. ഇതാണ് ഇവരെ ഹാള്. മേലിങ്ങനെ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വർക്ക് ഫുൾ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.